അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വ്ളോഗിൽ വയനാട്ടിലെ പൂപ്പൊലി 2026 കാണാനുള്ളൊരു യാത്രയിലാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ വെളുപ്പിന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിൽക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. അന്ന് തന്നെ രാവിലെ പോയിട്ട് അന്ന് വൈകുന്നേരം മീൻസ് ഒരു രാത്രിയായിരിക്കും ആ ഒരു പോയിട്ട് വരാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളൊരു മോർണിംഗ് 6:30 തന്നെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്താണെന്ന് അറിയില്ല, റോഡൊക്കെ നമ്മളുടെ NH ഹൈവേ ഒക്കെ നല്ല സെറ്റ് റോഡായതുകൊണ്ടായിരിക്കണം ഡ്രൈവ് ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ആൻഡ് നല്ല ആംബിയൻസ്. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ട്രാഫിക്കൊക്കെ വളരെ കുറവായിരുന്നു. ഏർലി മോർണിംഗ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 11 to 12 ആ റേഞ്ചിൽ നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. പിന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് വേറെ എന്തെങ്കിലും ബാക്കി പെൻഡിങ് സമയമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലൊക്കെ പോകാം. എന്നിട്ട് ഒരു ഈവനിങ് നമ്മളൊരു 6-നൊക്കെ സ്റ്റാർട്ട് ചെയ്താലും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്താൻ ഒരു 11-12 എത്തും എന്നുള്ളൊരു പ്ലാനിലൊക്കെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ നമ്മളുടെ കോഴിക്കോട് പന്തീരാങ്കാവ് ടോളാണ്. അപ്പോൾ ടോള് നമുക്ക് ശരിക്കുള്ള വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ അവരുടെ ട്രയൽ റൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടികളൊക്കെ മെല്ലെ മെല്ലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ജസ്റ്റ് ഫാസ്റ്റാഗ് വെച്ചിട്ട് അവർ ട്രയൽ റൺ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 1 month അതിൻ്റെ ഉള്ളിൽ തന്നെ ഒറിജിനൽ ടോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ പന്തീരാങ്കാവ് ടോളൊക്കെ ക്രോസ് ചെയ്തു. ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു. നിലു രാവിലെ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ കുറേ ഒരു ജേർണി ഒരു 2 hour ഒക്കെ കഴിഞ്ഞപ്പോഴാണ്, ഒരു 1 hour ഒരു 2 hour ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അവളൊന്ന് ഓണായി. അവൾക്ക് രാവിലെ അങ്ങനെ അവൾ രാവിലെ ചുറ്റുമൊക്കെ നോക്കാൻ തുടങ്ങി. രാവിലെ തന്നെ എങ്ങോട്ടോ നമ്മൾ പോകുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവൾക്ക് ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടി. പിന്നെ ഞാൻ മുന്നുള്ള വ്ളോഗിലും പറഞ്ഞ പോലെ തന്നെ ട്രാവൽ ചെയ്യാൻ നമുക്ക് അവളെപ്പോഴും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എപ്പോഴും അവൾ ഉണ്ടാക്കാറുണ്ട്. അവളെ കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അവൾ ഉണ്ടാക്കാറില്ല. മാക്സിമം അവൾ കോപ്പറേറ്റ് ചെയ്യാറുണ്ട്, പ്രൊവൈഡഡ് നമ്മൾ നേരത്തിന് അവൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്താൽ അവൾ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ വയനാടിൻ്റെ മെയിൻ സെക്ഷനിലോട്ടൊക്കെ നമ്മൾ കയറി തുടങ്ങി. നല്ല തണുപ്പ്. ഞങ്ങൾ പോയ സമയത്ത് ആ ദിവസത്തെ ക്ലൈമറ്റും അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് വല്ലാണ്ട് വെയിലും ഉണ്ടായിരുന്നില്ല, വല്ലാണ്ട് മഴയും ഉണ്ടായിരുന്നില്ല. എന്നാൽ മഴ ഇപ്പം പെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ്. പക്ഷെ നല്ല സൂതിങ് ആയിട്ടുള്ള നല്ല ഫുൾ അടിപൊളി ക്ലൈമറ്റായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിലൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഒരുപാട് വെയിലും ഒരുപാട് മഴയും അല്ല, ഒരു മീഡിയം ഇങ്ങനെ ഒരു തണുത്ത കാറ്റൊക്കെ ആയിട്ടുള്ളൊരു ആംബിയൻസ് ഉണ്ടെങ്കിൽ എനിക്കെപ്പോഴും ട്രാവൽ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളാണ്. വയനാട്ടിലേക്ക് നമ്മളെപ്പോഴും ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു വെൽക്കം ടു വയനാട് എന്ന് പറഞ്ഞ ബോർഡ് കാണുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ വയനാടിൻ്റെ കുറച്ച് ഇൻറ്റീരിയേഴ്സിലേക്ക് കയറിയെന്ന്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ബോർഡറൊക്കെ ക്രോസ് ചെയ്തു. ഇനി നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല പൂപ്പൊലി നടക്കുന്ന ഒരു ഏരിയയ്ക്ക് എത്താൻ. ഞാൻ പറഞ്ഞല്ലോ, മഴയുടെ ആ ഒരു മഴക്കോള് നല്ല ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലല്ലെങ്കിലും ചെറിയൊരു രീതിയിൽ മഴ പെയ്തു തുടങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 കാര്യങ്ങളിൽ ഡൗട്ടായിരുന്നു. അതായത് ഈ പൂപ്പൊലി നടക്കുന്നത്, വയനാട് പൂപ്പൊലി 2026 നടക്കുന്നത് കുറേ ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിലാണ്, വലിയൊരു ഭൂമിയിൽ അവർ ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ കുട അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ആ ഒരു വിസിറ്റ് കുളമാവോ എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു ലക്ക് കൊണ്ട് നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേനും വലിയ രീതിയിൽ മഴ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായി ചാറിയിരുന്നു. പക്ഷേ ഞങ്ങൾ ജസ്റ്റ് കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് അവിടെ എത്തിയപ്പോഴത്തേനും അത് കുറയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ആ ഡെസ്റ്റിനേഷനിലെത്തി പൂപ്പൊലിയുടെ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര തിരക്കായിരുന്നു.
കാർ പാർക്കിംഗ് ഒക്കെ നമ്മൾ റോഡിൻ്റെ എത്രയോ ദൂരം പോയിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്തത്. കാരണം അത്രയും റോഡിൻ്റെ 2 സൈഡിലും നമുക്ക് ഒരു ഗ്യാപ്പ് പോലും ഉണ്ടായിരുന്നില്ല കാറ് പാർക്ക് ചെയ്യാൻ. അത്രയും ദൂരത്ത് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിനോടടുത്ത് അത്രയും ദൂരത്തിലാണ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തത്. നിലുവിൻ്റെ കാര്യത്തിലായിരുന്നു നമുക്ക് ചെറിയൊരു പേടി. കാരണം അവൾക്ക് ചെറുതായിട്ട് ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനി മഴയൊക്കെ ഹെവി ആണെങ്കിൽ അതിൻ്റെ ആ ഒരു മഴച്ചാറിലൊക്കെ കൊണ്ടിട്ട് പിന്നെയും കൂടുകയുള്ളൂ. പക്ഷേ ഭാഗ്യം കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ കാറ് പാർക്ക് ചെയ്ത് പൂപ്പൊലിയുടെ മെയിൻ എൻട്രൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ കാറുകൾ തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട് പാർക്ക് ചെയ്യാൻ. അപ്പോൾ ആ റോഡ് അത്യാവശ്യം ജാമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു എൻട്രൻസ് ആണ്. ഇനി വേറൊരു എൻട്രൻസ് മറ്റേ ഭാഗത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് ആയിരുന്നു അടുത്ത്. ഞങ്ങൾ ഓൺലൈൻ വഴി തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് അവിടെ വന്നിട്ട് ഈ സൈഡിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, ഓൺ ദ സ്പോട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ വാങ്ങാം. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് അവിടെ സ്കാനർ കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഓൺലൈൻ വഴി എടുത്തിരുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പൂപ്പൊലി നടക്കുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ അവർ എല്ലാ കൊല്ലം ഏതാണ്ട് നടത്തി വരുന്ന ഒരു കാര്യമാണ് ഈ പൂപ്പൊലി എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് ചെക്കിങ്ങിൻ്റെ കൗണ്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ സ്കാൻ ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈൻ ടിക്കറ്റുകാർ അവർ സ്കാൻ ചെയ്ത് കടത്തി വിടും. നമ്മൾ പൂപ്പൊലിയുടെ സെക്ഷനിൻ്റെ ഉള്ളിലേക്ക് കയറി ഫസ്റ്റ് കണ്ടത് ഈ ഒരു കോളിഫ്ലവർ ബ്രൊക്കോളി കൾട്ടിവേഷനായിരുന്നു. ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നോർമൽ കോളിഫ്ലവറും ഉണ്ട്, അതുപോലെ തന്നെ വയലറ്റ് ആ പേർപ്പിൾ കളർ കോളിഫ്ലവർ, അതിൻ്റെ രണ്ടിനും കൾട്ടിവേഷൻ കാണാൻ പറ്റും. പിന്നെ അവിടെ ആയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഒരു ബ്രൊക്കോളീസും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നത്തെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന മെലസ്റ്റോമ കൂട്ടങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ പർപ്പിൾ കളറിൽ കാണുന്ന ഈ പൂക്കളെയാണ് ഈ ചെടീനെയാണ് നമ്മൾ മെലസ്റ്റോമ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഈ ചെടിക്ക് പ്രത്യേകിച്ച് നമുക്ക് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു സീസണൽ ഫ്ലവർ അല്ല, എല്ലാ കാലത്തും ഒരുപാട് പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ളൊരു പൂവാണത്. പിന്നെയും ഒരുപാട് വെറൈറ്റി ഓഫ് ചെടികളുണ്ടായിരുന്നു അവിടെ. നമ്മൾ നടന്നു വരുമ്പോഴാണ് ഫസ്റ്റ് അവക്കാഡോ ട്രീ പ്ലാന്റഡ് ഇൻ കേരള, അതായത് 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ പുനരധിവാസത്തിനായി അമ്പലവയലിൽ ഒരുക്കിയ പദ്ധതിയുടെ ഭാഗമായി 1947 ബ്രിട്ടീഷുകാർ നട്ട അവക്കാഡോ ട്രീ ആണത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും വലുതായി നല്ല രീതിയിൽ പന്തലിച്ച് വലിയ മരമായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് അവക്കാഡോ ട്രീ ഇൻ കേരള എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ തന്നെയാണ്. പിന്നെ അവർ കിളികളൊന്നും കൊണ്ടുപോകാണ്ടിരിക്കാൻ കവറൊക്കെ കെട്ടിക്കൊടുത്ത് ഫ്രൂട്ട് നല്ല രീതിയിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നിലോട്ട് നടന്നപ്പോഴാണ് സിന്നിയ പ്ലാന്റ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഒരുപാട് വെറൈറ്റി ഓഫ് കളേഴ്സുള്ള സിന്നിയ പ്ലാന്റ്സിൻ്റെ ഒരു കൂട്ടം പൂന്തോട്ടം. ഭയങ്കര അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. പേര് പോലും അറിയാത്ത കുറേ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. ഇതിന് നമ്മൾ മാസം മാറി എന്നൊക്കെയാണ് പറയാം ഈ ഇല. അപ്പോൾ പല കളേഴ്സിൽ നമുക്ക് ഒരുവിധം എല്ലാ വീടുകളിലും കാണാം. പിന്നെ ഒരുപാട് പൂക്കളുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും പൂക്കളുണ്ട്. ചിലതിനൊന്നും പേരെനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ബ്ലീഡിങ് ഹാർട്ട് വൈനാണ്. ഈ ബ്ലീഡിങ് ഹാർട്ട് വൈനിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഞാനൊരു പ്ലാന്റ് എന്തൂസിയാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാതും എനിക്കറിയാം. വീട്ടിലും അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു ബ്ലീഡിങ് ഹാർട്ട് വൈനാണ്, അതിൻ്റെ വൈറ്റ് ആണത്. ഇത് മലായി ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പിൾ ട്രീ, ഒരുപാട് പഴയ നല്ല പഴക്കമുള്ളൊരു ആപ്പിൾ ട്രീ ആണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പൂന്തോട്ട കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം.
പെട്ടെന്ന് എൻ്റെ ഒരു നമ്മൾ കാഴ്ചയിൽ ഇങ്ങനെ സ്റ്റക്കായി പോവാന്ന് പറയല്ലോ, അങ്ങനെ എനിക്ക് സ്റ്റക്കായി പോയൊരു പ്ലാന്റ് ആയിരുന്നു അത്. വെർബേന പ്ലാന്റ്സ് എന്നാണ് ഇതിൻ്റെ പേര്. പല വെറൈറ്റി കളേഴ്സിലുണ്ടത്. ഞാനും ഒരുപാട് കാലമായി അന്വേഷിച്ച് നടക്കുന്ന ഒരു പ്ലാന്റാണ് വെർബേന ഫ്ലവേഴ്സ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ഒരു പർപ്പിൾ ആണ് ഔട്ടർ ലെയർ, നടുവിലൊക്കെ വൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് വരുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ. അതായത് ഒരുപാട് ഇങ്ങനെ കുമിഞ്ഞുകൂടി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി പിന്നെയും എൻഹാൻസ് ചെയ്ത പോലെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിനോട് എനിക്കുള്ളൊരു സ്നേഹം, ഒരു ഇഷ്ടം, ഒരു ക്രേസ് എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കൊറോണ ടൈമിലാണെന്ന് പറയേണ്ടി വരും. കാരണം മുന്നേ വീട്ടിലാണെങ്കിലും അമ്മ ഒരുപാട് പ്ലാന്റ്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പ്ലാന്റ്സ് അത്യാവശ്യമൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കിയിരുന്നു. പിന്നെ കൊറോണ ടൈം ആയപ്പോഴാണ് നമുക്ക് ഒന്നും ചെയ്യാൻ ഇല്ലാത്തൊരവസ്ഥ വന്നതും ഒരുപാട് പേര് പ്ലാന്റ്സ് ഇൻഡോർ ആയാലും ഔട്ട്ഡോഴ്സിലേക്കൊക്കെ എല്ലാവരും ഫോക്കസ് ആയി തുടങ്ങിയതും. പക്ഷേ ചിലവരൊക്കെ കൊറോണ ടൈം ആ ഒരു 1.5-2 years ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവർ ബാക്ക് ടു വർക്ക്, ഇതിനോടുള്ള ഇഷ്ടമൊക്കെ പോയി. പക്ഷേ എനിക്കെന്തോ ആ ഒരു ക്രേസ്, ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇലച്ചെടികളാണെങ്കിലും അതിനോടുള്ള ആ ഒരു ഇഷ്ടം ഒക്കെ ഇങ്ങനെ ഇൻക്രീസ് ആവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഞാൻ നല്ല രീതിയിൽ പ്ലാന്റ്സ് നല്ല രീതിയിൽ തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതിനൊരു നല്ലൊരു പാഷൻ തന്നെ വേണം നമുക്ക്. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് നല്ലൊരു പാഷൻ, അത് ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് അങ്ങനെയൊന്നും ഫീൽ ആവരുത്. അപ്പോൾ അത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പം പ്ലാന്റ്സിൻ്റെ കളക്ഷൻസൊക്കെ നമ്മളെ വ്ളോഗിലൂടെ വീട്ടിലെ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസൊക്കെ ഒരുപാട് എനിക്ക് ഇനി വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ട. അതിലേക്കൊക്കെ നമുക്ക് ഇനി വരുന്ന വ്ളോഗ്സിലേക്ക് കിടക്കാം. അപ്പോൾ ബാക്ക് ടു പൂപ്പലി. അപ്പോൾ പൂപ്പലീൻ്റെ ഒരു വ്യൂ പോയിൻ്റ് പോലെ അവരൊന്ന് കൊടുത്തിരുന്നു. അപ്പോൾ ആ വ്യൂ പോയിൻ്റിൽ നിന്ന് നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു വൈഡ് ആംഗിൾ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വഴിയിലൂടെയൊക്കെ ഫുൾ ആൾക്കാർ, അത്രയും റഷായിരുന്നു. പക്ഷേ വെൽ മെയിൻറ്റെയിൻഡ്, പറയാതിരിക്കാൻ വയ്യ. ഒരു ഗാർബേജോ അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെ ഓരോരോ സെക്ഷൻസൊക്കെ ആയിട്ട് അവക്കാഡോ സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവരിങ്ങനെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിലുള്ള വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ ചെറിയ ഐസ്ക്രീംസിൻ്റെ സ്റ്റോൾസ്, അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു വൈബ് തന്നെയായിരുന്നു വയനാട്ടിലെ പൂപ്പൊലി 2026. അപ്പോൾ പൂപ്പൊലി 2026 എന്ന് പറഞ്ഞ് ഒരു കഥകളിയുടെ രൂപം വെച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫോട്ടോ സെക്ഷൻ ഏരിയ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നിന്നുകൊണ്ട് തന്നെ ബാക്കിൽ ഈ ഒരു പിക്ചർ വരുന്ന പോലെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് നമുക്ക് ഫോട്ടോ ഏരിയാസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് എവിടെ നിന്ന് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളും. ഇനിയിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അവരൊരു സെക്ഷനിൽ ഫുൾ പ്ലേ ഏരിയാസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കുട്ടികൾക്കുള്ള ഒരു പ്ലേ ഏരിയ സെക്ഷനായിരുന്നു. അതിൽ തന്നെ ചെറിയ ചെറിയ കോണ്ട് സ്റ്റോൾസ്, അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കിട്ടുന്നതും കുട്ടികൾക്ക് അവർക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവർക്ക് കുറേ ഇത് കണ്ട് ബോറടിക്കാൻ പാടില്ലല്ലോ.
അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കായാലും അവർ പ്ലേ ഏരിയാസ് ഈക്വലി അവർ ബാലൻസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വയനാട്ടിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും ഞാൻ ഈ ഒരു ഓറഞ്ച് പ്ലാന്റിനെ കണ്ടു കേട്ടോ. ഇത് ഓറഞ്ച് ഫ്ലെയിം വൈൻ പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഒരു ഭംഗി കൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്കും ഇതിൻ്റെ ഒരു തൈ ഞാൻ ഒരു ഗാർഡൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു പ്ലാന്റാണ്, ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതിങ്ങനെ പടർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് അന്വർത്ഥമാക്കുന്ന പോലെ തന്നെ ഫുള്ളായിട്ടൊരു ഓറഞ്ച് ഫ്ലെയിം തന്നെയാണത്. അതിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അത് പൂപ്പൊലി പ്രദർശനശാല എന്ന് പറഞ്ഞിട്ടൊരു എക്സിബിഷൻ സെൻറ്റർ പോലെ ഒന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കുറേ സ്റ്റോൾസ് ഒരുപാട് ആൾക്കാർ ഇട്ടിരുന്നു കേട്ടോ. അതായത് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ പുതിയ പുതിയ ഐഡിയാസുമായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ അതിൽ കുറേ ഐഡിയാസൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ ചായപ്പൊടി, അതുപോലെ കാപ്പി, അതൊക്കെ അതിലുണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ്, അത് എന്തൊക്കെ വെച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്ന ചില ഒരുപാട് ഇന്നോവേഷൻ നല്ല രീതിയിൽ തന്നെ ആൾക്കാർ നല്ല സ്റ്റോൾസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു എക്സിബിഷൻ പോലെ. ഈ ഒരു പൂപ്പൊലി ഇങ്ങനെ നടക്കുന്നുണ്ട് വയനാട് എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം ഇങ്ങനെ വരണോ അതോ ഇതേപോലെ ഓവർ ഹൈപ്പ് കൊടുക്കുകയായിരിക്കും, അത്ര ഒരു വലിയൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിസ്സ് ചെയ്യരുത് എന്ന് തോന്നിയൊരു അനുഭവം തന്നെയായിരുന്നു. ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു യക്ഷി, ഏതാണ്ട് ഒരു ശില്പം കൊത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ശില്പങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ അവർ പുലി, അങ്ങനത്തെയൊക്കെ ഒരുപാട് ഹ്യൂജ്, അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ അവർ പുലി, മാൻ അങ്ങനത്തെയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് ഗാർഡൻ്റെ നടുവിൽ. അതൊക്കെ ഒരു വരുന്ന സഞ്ചാരികളെ ഒന്നും കൂടി ഒന്ന് ത്രില്ലടിപ്പിക്കാനും ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാനും ഒക്കെയാണത് നല്ല നല്ല രീതിയിലെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഈ ഫ്ലവേഴ്സ് കണ്ടപ്പോൾ ഇത് പ്ലാസ്റ്റിക് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്രയും നമുക്ക് ഒറിജിനൽ ആണോ എന്ന് ഡൗട്ട് വരുന്ന രീതിയിലായിരുന്നു ഈ ഒരു വൈറ്റ് ആൻഡ് റെഡ് കോംബോയിൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു.
ഒരു ഭാഗത്ത് അവർ കോഴിയുടെ ഒരുപാട് വെറൈറ്റീസ്, അതുപോലെ പ്രാവ്, അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ്, ലവ് ബേർഡ്സ് അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ നടന്നപ്പോഴാണ് നമ്മളുടെ നിലു അവൾക്ക് പറ്റിയൊരു സംഭവം കണ്ടുപിടിച്ചത്. കിഡ്സ് ഏരിയ ആയിരുന്നു ഇത്. ഇതിൽ അവൾ ഭയങ്കര കംഫർട്ടബിളായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും ഭയങ്കര അടിയുണ്ടാക്കലാണ് ഈ ഒരു സംഭവത്തിന്. അപ്പോൾ അവൾക്കിത് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഗ്യാപ്പ് കണ്ടപ്പോൾ അവളെ ഒന്ന് അതിലിരുത്തി നോക്കി. അവളിങ്ങനെ കുറച്ചൊരു വണ്ടറടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു, എന്താണ് സംഭവം എന്ന്. പക്ഷേ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴത്തേനും ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ക്യൂവിൽ വന്നെത്തി ഞങ്ങൾക്കും ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ മെല്ലെ അവളെടുത്തിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തപ്പോഴാണ് അവിടെ സ്വീറ്റ് കോണിൻ്റെ സ്റ്റോളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്, പ്രത്യേകിച്ച് നിലുവിന്. അപ്പോൾ സ്വീറ്റ് കോൺ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടും അവൾക്കതിൻ്റെ മുന്നേ തന്നെ അത് ചാടി കയറി അത് സംഭവം വാരിയെടുക്കണം. അപ്പോൾ അതിനുള്ള കരച്ചിലാണ് ഇപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഒരു ഏരിയയിൽ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ പാമ്പിനെ കഴുത്തിലിട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 50 രൂപയാണ് ടിക്കറ്റ് പ്രൈസ്. കഴുത്തിലിടണമെങ്കിൽ എക്സ്ട്രാ ഒരു 15 കൂടിയാണ്. അങ്ങനെ ടോട്ടൽ 100 റുപ്പീസ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു എൻട്രി ഉണ്ട്. അതിൽ പോയിട്ട് നമുക്ക് ബേർഡ്സിന് അതുപോലെ സ്നേക്കിന് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് അവർ കഴുത്തിലിട്ട് തരും. അപ്പോൾ ഞങ്ങൾ ബേർഡിനൊന്ന് ട്രൈ ചെയ്തു, സ്നേക്കിനെ ട്രൈ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. മൈൻഡ് സെറ്റിലുപരി ഒരു അറപ്പും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ട്രൈ ചെയ്തില്ല. എന്തായാലും ബേർഡിനെ ട്രൈ ചെയ്തു. നീലുവാണ് സത്യം പറഞ്ഞാൽ സർപ്രൈസ് ഏൽപ്പിച്ചത്. കാരണം അവൾക്ക് എങ്ങനെ അടുത്ത് വലിയൊരു ജീവി ഉണ്ട് അങ്ങനെ ഒരു ഷോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവളതിങ്ങനെ നോക്കി, അവൾ ആ ജീവിനെ അങ്ങോട്ട് പോയി തൊടാനുള്ളൊരു പ്ലാനായിരുന്നു അവൾക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേയും ഒരു പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട് ഒരു സ്ഥലത്തുനിന്ന്. അപ്പോൾ എന്തായാലും കയറി തെളിയിച്ചിട്ട് ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്തു. ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ ഈ ബേർഡ്, ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നല്ല രസമായിരുന്നു സംഭവം. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞു. ഞാനൊരു ബ്ലീഡിങ് ഹാർട്ട് വൈൻ്റെ ഈ ഒരു വൈറ്റ് വിത്ത് റെഡ് കോംബോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ അവിടെ സെയിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മേടിച്ചു. പിന്നെ ഒപ്പം ശംഖുപുഷ്പത്തിൻ്റെ ഒരു വയലറ്റ് ശംഖുപുഷ്പം ഉണ്ടല്ലോ, അതാണ് ആ ചെറുത്. അപ്പോൾ അതും കുറച്ച് ഭംഗിയുണ്ടാവും നല്ല പൂവിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതും സെയിലിനുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഈ 2 മെയിനായിട്ട് സെയിലിന് അവർ വെച്ചിരുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഒന്നും സെയിലിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളതെന്ന് എനിക്ക് ഇത് 2 വേണം തോന്നി, ഞാനത് 2 പർച്ചേസ് ചെയ്തു. അപ്പോൾ വയനാട്ടിലെ പൂപ്പൊലി 2026 വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ജാനുവരി 1 മുതൽ ജാനുവരി 15 വരെയായിരുന്നു ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 11th ആണ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ നമ്മളുടെ വ്ളോഗ്സിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തതിലൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ശരി.